വർദ്ധിച്ച വായ്പാ ആവശ്യം നിറവേറ്റാൻ നിക്ഷേപ സമാഹരണത്തിന് ബാങ്കുകൾ പ്രത്യേക കാലയളവിലെ നിക്ഷേപ പ്ലാൻ അവതരിപ്പിച്ചാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നത്. 0.25% മുതൽ 0.30% വരെ വർധനവാണ് പലിശ നിരക്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. SBI, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നീ ബാങ്കുകളാണ് 7.25% മുതൽ 7.03% വരെ പലിശ വാഗ്ദാനം ചെയ്ത 399 മുതൽ 444 ദിവസം വരെയുള്ള പ്രത്യേക നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. മുതിർന്ന പൗരന്മാർക്ക് 0.50% അധിക പലിശയും ഈ ബാങ്കുകൾ നൽകുന്നുണ്ട്. ഉയർന്ന പലിശ നിരക്ക് കുറച്ചുകാലം കൂടി തുടരാനാണ് സാധ്യത. 2024 ജൂണിന് ശേഷം നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഇതോടെ മങ്ങി. പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യത്തിൽ നിരക്ക് കുറയ്ക്കാൻ RBI തയ്യാറാവില്ലെന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിലാണ് ഹ്രസ്വ കാലയളവിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ബാങ്കുകൾ രംഗത്തെത്തിയത്. 2 വർഷത്തിൽ താഴെ കാലയളവിലെ നിക്ഷേപത്തിനാണ് ബാങ്കുകൾ ഉയർന്ന പലിശ നൽകുന്നത്. നിരക്ക് കുറയ്ക്കുമ്പോൾ ഉയർന്ന പലിശ ബാധ്യത തുടരാൻ ബാങ്കുകൾ താൽപര്യപ്പെടുന്നില്ലെന്നതാണ് ഇതിന് കാരണം. അതേസമയം റീറ്റെയിൽ നിക്ഷേപ സമാഹരണം ബാങ്കുകൾക്ക് അത്ര എളുപ്പമല്ലാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിമിതമായ കാലത്തേക്കുള്ള പദ്ധതികൾ ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് വിലയിരുത്തൽ. വായ്പാ വളർച്ച 14 മുതൽ 16% തുടരുകയാണെങ്കിൽ നിക്ഷേപ സമാഹരണത്തിന് ഉയർന്ന പലിശ നൽകേണ്ടി വരുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക കാലയളവിൽ ഉയർന്ന പലിശ നൽകുന്ന നിക്ഷേപ പദ്ധതികൾ ബാങ്കുകൾ അവതരിപ്പിച്ചത്.